അത്ര ഉത്സാഹമില്ലാത്ത ഒരു ദിവസമാണ് ഈ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് വായിക്കാൻ പത്രങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഉത്സാഹക്കുറവിന് കാരണം. ഏതെങ്കിലും കാരണം പ്രമാണിച്ച്, പെരുന്നാൾ അല്ലെങ്കിൽ വിശേഷ ദിവസം പ്രമാണിച്ച് ഓഫീസും പ്രസ്സും അവധി ആയതിനാൽ നാളെ പത്രം ഉണ്ടായിരിക്കുന്നതല്ല എന്ന അറിയിപ്പാണ്. പത്രത്തിൽ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത അറിയിപ്പ്. പക്ഷേ അതങ്ങനെയാണ്. നമുക്ക് ധാരാളം അവധി ദിനങ്ങൾ പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പത്രമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില യാത്രകൾക്കൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. ഞാൻ സമീപകാലത്ത് 10 ദിവസം വിയറ്റ്നാമിലും കംബോഡിയയിലുമായി ചിലവാക്കേണ്ടി വന്നു. അവിടെ പത്രങ്ങളില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമുണ്ട്. അത് വിയറ്റ്നാമീസ് ഭാഷയിലാണ്. അത് തന്നെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഞാൻ തിരക്കിയെങ്കിലും കണ്ടുകിട്ടിയില്ല. മറ്റു ചില രാജ്യങ്ങളിലെ അവസ്ഥയും അതുതന്നെയാണ്. ഞാൻ യൂറോപ്പിൽ ചില രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും അവിടുത്തെ ഭാഷയിൽ പത്രങ്ങൾ കാണുമായിരിക്കാം, പക്ഷേ നമുക്ക് ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഞാൻ ആഥൻസിൽ, ഗ്രീസിൻ്റെ തലസ്ഥാനമായ ആഥൻസിൽ അതിരാവിലെ ഒരു കാപ്പിക്കടയിലിരുന്ന് അവരുടെ ആ കയ്പ്പ് കാപ്പി, നല്ല കടുപ്പത്തിലുള്ളത്, കുടിച്ചുകൊണ്ട് നോക്കുമ്പോൾ അവിടെ ഒരു പത്രം കിടക്കുന്നത് കണ്ടു. എടുത്തപ്പോൾ അത് ഗ്രീക്ക് ഭാഷയിലുള്ള പത്രമാണ്. ഞാൻ ആ പത്രം വായിക്കുന്നതിൻ്റെ ഒരു ആസക്തിക്ക് വേണ്ടി ആ ഗ്രീക്ക് പത്രം തന്നെ വായിച്ചു. ഇറ്റ് ഈസ് ഗ്രീക്ക് ടു മീ എന്നൊരു പ്രയോഗമുണ്ട്. ഇറ്റ് ഈസ് ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവില്ല എന്നാണ് അർത്ഥം. ആ പ്രയോഗം പൂർണ്ണമായും അർത്ഥവത്തായത് ഞാൻ ആഥൻസിലെ കാപ്പിക്കടയിലിരുന്ന് ഗ്രീക്ക് പത്രം വായിച്ചപ്പോഴാണ്. മറ്റ് പലയിടങ്ങളിലെ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ആഗോള സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർവേയിൽ ചിലവഴിച്ച ദിവസങ്ങളിലും എൻ്റെ പ്രയാസം വായിക്കാൻ ഒരു ഇംഗ്ലീഷ് പത്രം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. നോർവീജിയൻ ഭാഷയിൽ പത്രങ്ങളുണ്ട്. അത് ചില ആപ്പ് ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായി ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ കഴിയും. പക്ഷേ ഒരു പത്രം മുഴുവൻ അങ്ങനെ വായിക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ വായിച്ചാൽ അതിൻ്റെ തൃപ്തി കിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഞാൻ അങ്ങ് കിഴക്ക് ജപ്പാനും കിഴക്ക് ഒരു പസഫിക് രാജ്യം അല്ലെങ്കിൽ ഐലൻഡ് ആണ് ഫിജി. ഫിജിയിൽ ഞങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങൾ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഏഷ്യൻ പസഫിക് മേഖലയിലുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു സമ്മേളനം നടന്നു. കാലാവസ്ഥാ വ്യതിയാനം ആയിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയം. പക്ഷെ ആ ചെറിയ ദ്വീപിൽ ജനസംഖ്യ വളരെ കുറവാണ്. പക്ഷെ അവിടെ രാവിലെ ഒരു ഇംഗ്ലീഷ് പത്രം കിട്ടി. ടാബ്ലോയിഡ് സൈസിലാണ്. ഫിജി ടൈംസ് എന്നാണ് പത്രത്തിൻ്റെ പേര്. നോക്കിയപ്പോൾ ഫിജി ടൈംസ് റൂപ്പർട്ട് മർഡോക്ക് ഇറക്കുന്ന പത്രമാണ്. ഈ ദിനരേഖയിൽ ആദ്യം പ്രഭാതം ഉണ്ടാകുന്നത് ഫിജിയിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ലോകവ്യാപകമായി ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സൂര്യോദയങ്ങളിലും പത്രം പ്രസിദ്ധപ്പെടുത്തുന്ന റൂപ്പർട്ട് മർഡോക്കിൻ്റെ ആ ദിവസത്തെ ആദ്യത്തെ പത്രമാണ് ഈ ഫിജി ടൈംസ്. അങ്ങനെ ഒരു സൗകര്യം ആ ചെറിയ രാജ്യത്ത് താമസിച്ചപ്പോഴും കിട്ടി. പത്രം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു അനിവാര്യതയാണ്. രാവിലെ 12 പത്രങ്ങൾ, 2 ബ്ലാക്ക് കോഫി, ഒരു ബുൾസ് ഐ, അങ്ങനെ വിഭവസമൃദ്ധമായിട്ടാണ് എൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് ഈ 10-12 പത്രങ്ങൾ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത്. അതൊരു പരിശീലനമാണ്. ആ പരിശീലനം നമ്മൾ സ്വയം ആർജിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ തമാശയായിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മരണാനന്തരം മൃതദേഹം വഹിക്കുന്ന ആ പെട്ടിയിൽ, കോഫിൻ, അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, ഞാൻ പ്രവർത്തിച്ച പത്രമാണുള്ളത്, ഒരു കോപ്പി വയ്ക്കണം എന്ന്. തമാശന് വേണ്ടി പറയുന്നതാണ്. ഇനി എവിടെയെങ്കിലും പത്രോസിൻ്റെ ഗേറ്റിലേക്കുള്ള കൗണ്ടറിലേക്കുള്ള യാത്രയിൽ
സമയം കിട്ടിയാൽ പത്രം വായിക്കാമല്ലോ. അത്രമാത്രം ഒരു ആസക്തി പത്രത്തെ സംബന്ധിച്ച് എനിക്കുണ്ട്. അച്ചടിച്ച കടലാസിനോട് മൊത്തത്തിൽ ഒരു ആദരം, ബഹുമാനം എനിക്കുണ്ട്. അങ്ങനെ പല വഴികളിലൂടെ സഞ്ചരിച്ച് പത്രത്തിൽ പോയി പത്രപ്രവർത്തകനായി, ആഗ്രഹിച്ച പത്രത്തിൽ ജോലി കിട്ടി, അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ വളരെ ഒരു കണക്ക് കൂട്ടലുമില്ലാതെ ഇടക്കാലത്ത് സമ്പാദിച്ച നിയമബിരുദം എൻ്റെ തുണയ്ക്കെത്തി. അങ്ങനെയാണ് ഞാൻ അഭിഭാഷകനായത് ഹൈക്കോടതിയിൽ. KP ദണ്ഡപാണി അദ്ദേഹം പിൽക്കാലത്ത് ഹൈക്കോടതി ജഡ്ജിയായി, അഡ്വക്കേറ്റ് ജനറലായി, നമ്പർ 1 അഡ്വക്കേറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ചേരുകയും കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഓഫീസ് ചിട്ട ഒക്കെ കുറേ പഠിക്കാനുമുണ്ട് ഏത് ഒരു അഭിഭാഷകനെ സംബന്ധിച്ചും. പക്ഷെ അവിടെ ഞാൻ ഏറെക്കാലം നിന്നില്ല. അവിടെ നിന്ന് പിരിഞ്ഞ് സ്വന്തമായി സ്വതന്ത്രമായി പ്രാക്ടീസ് ആരംഭിച്ചപ്പോൾ പല നല്ല കേസുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അറിയപ്പെടുന്ന കേസുകൾ. ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് കാർട്ടൂണിസ്റ്റ് ടോംസിൻ്റെ ബോബനും മോളിയും എന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള കേസ്. ബോബനും മോളിയും ആര് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എല്ലാ മലയാളികളും എപ്പോഴെങ്കിലും ബോബനും മോളിയും ആ കാർട്ടൂൺ പങ്ക്തി വായിച്ച് ചിരിക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷേ കാർട്ടൂണിസ്റ്റ് ടോംസ് അദ്ദേഹം 1957 ആണ് ആ കാർട്ടൂൺ പങ്ക്തി മനോരമ ആഴ്ചപ്പതിപ്പിൽ ആരംഭിച്ചത്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ആ ദിവസം, കാരണം ആദ്യത്തെ ലക്കം തന്നെ എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ അപ്പച്ചൻ എവിടെ നിന്നോ അത് വാങ്ങി അന്ന് വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. ആ 57 മുതൽ 87 വരെ 30 വർഷക്കാലം ടോംസ് ആ കാർട്ടൂൺ വരച്ചു മനോരമയിൽ. അതിന് സർവീസ് അവിടെ അവസാനിച്ചപ്പോഴാണ് ആ കാർട്ടൂണിൻ്റെ പകർപ്പവകാശത്തെ ചൊല്ലി തർക്കമുണ്ടായി. ആ തർക്കം കേസായി. ആ കേസിൽ ടോംസിന് വേണ്ടി ഹാജരാകുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടി. എറണാകുളത്തെ ജില്ലാ കോടതിയിലായിരുന്നു കേസ്. ഗോവിന്ദൻ എന്നായിരുന്നു ആ ജഡ്ജിയുടെ പേര്. ജഡ്ജിയും പലപ്പോഴും ഞങ്ങൾ ഈ കോടതിയിൽ ഡോക്യുമെൻ്റ് എന്ന നിലയ്ക്ക് ഹാജരാക്കിയിരുന്ന ബോബനും മോളിയും പഴയ ലക്കങ്ങളൊക്കെ മറിച്ചു നോക്കി ഈ ഗോവിന്ദൻ ജഡ്ജിയും ഇരുന്ന് ചിരിക്കുന്നത് കാണാമായിരുന്നു. നിരവധി സാക്ഷികൾ, ധാരാളം രേഖകൾ, നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഒടുവിൽ ആ കേസ് ജില്ലാ കോടതിയിൽ ടോംസിന് അനുകൂലമായ ഉത്തരവ് കിട്ടിയില്ല. പക്ഷേ ഹൈക്കോടതിയിലെത്തിയപ്പോൾ അപ്പീൽ കേൾക്കുന്നതിന് വിധേയമായി, അല്ലെങ്കിൽ അപ്പീലിൻ്റെ തീരുമാനത്തിന് വിധേയമായി ടോംസിന് സ്വന്തം പ്രസിദ്ധീകരണത്തിൽ കാർട്ടൂൺ വരയ്ക്കുന്നതിനുള്ള അനുവാദം ഹൈക്കോടതി നൽകി. ആ ഉത്തരവ് ഉണ്ടായി തൊട്ടടുത്ത ദിവസം മനോരമ പത്രത്തിൽ 1-ാം പേജിൽ തന്നെ ചീഫ് എഡിറ്റർ KA മാത്യു പേര് വെച്ച് എഴുതിയ ഒരു കുറിപ്പിൽ ബോബനും മോളിയും എന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും മനോരമ ഒഴിയുന്നതായും അത് ടോംസിന് വിട്ടുകൊടുക്കുന്നതായും ഒരു പ്രസ്താവന വന്നു. അതുകൊണ്ട് പിന്നീടും കുറേ കാലം ടോംസിന് ആ കാർട്ടൂൺ വരയ്ക്കാൻ കഴിഞ്ഞു. ഈ കേസിലൊക്കെ പെട്ട് അങ്ങനെ ഒരു വരയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരുന്നുവെങ്കിൽ ടോംസിന് മാത്രമല്ല മലയാളത്തിന്, കൈരളിക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്ര വലുതാകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ആ കേസ് എനിക്ക് കുറേ പ്രശസ്തിയും ഉണ്ടാക്കി തന്നു. പ്രശസ്തി എന്ന് പറയുമ്പോൾ ഒരു കേരളത്തിലെ ഒരു വലിയ പത്രസ്ഥാപനവുമായി കേസ് നടത്തുക അവർക്കെതിരെ കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ അധികം അഭിഭാഷകർ അതിന് തയ്യാറാകാത്ത അവസ്ഥ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ ഞാൻ ആ കേസ് ഏറ്റെടുത്തു. ആ കേസ് ഞാൻ ഏറ്റെടുക്കുന്നതിനുള്ള കാരണക്കാരൻ കലാകൗമുദി പത്രാധിപർ S. ജയചന്ദ്രൻ നായരായിരുന്നു. അദ്ദേഹമാണ് എന്നെ വിളിച്ച് ആ കേസ് എടുക്കണം എന്നാവശ്യപ്പെട്ടത്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കലാകൗമുദിയിൽ എഴുതിയ ഒരു ലേഖനം,
അതിൻ്റെ നിയമവശങ്ങളൊക്കെ വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ലേഖനം വായിച്ചതിനെ തുടർന്നാണ് ജയേന്ദ്രൻ നായർ എന്നോട് ആ കേസ് ഏറ്റെടുത്ത് നടത്തണം എന്നാവശ്യപ്പെട്ടത്. അതൊരു നല്ല സമയമായിരുന്നു. ധാരാളം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് ഒക്കെയുള്ള ഒരു അവസരം അക്കാലത്ത് കിട്ടി. ദണ്ഡപാണിയാണ് അപ്പുറത്തുള്ളത്. വളരെ ദീർഘമായി ദണ്ഡപാണി കെ എം മാത്യുവിനെ വിസ്തരിക്കുകയുണ്ടായി. ആ സാക്ഷി വിസ്താരം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഊഴമാണ് ക്രോസ് ചെയ്യുക എന്നുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടൻ, ഒരു പത്രപ്രവർത്തകനാകുന്നതിന് വേണ്ടി മനോരമയിൽ അവരുടെ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വിളിക്കപ്പെട്ടു. കെ എം മാത്യുവിൻ്റെ മുറിയിൽ തന്നെയായിരുന്നു, ഓഫീസിൽ തന്നെയായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ അന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിലല്ലേ, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടൻ ഉദ്യോഗാർത്ഥിയായി പ്രതീക്ഷകളോടെ കെ എം മാത്യുവിൻ്റെ മുന്നിൽ ഹാജരായ എനിക്ക് കാരണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആരുടെയാണെങ്കിലും, നിരാശയായിരുന്നു അനുഭവം. അതേ കെ എം മാത്യു ഇപ്പോൾ കോടതിയുടെ ആ സാക്ഷികളെ വിസ്തരിക്കുന്ന കൂട്ടിൽ വന്നിരിക്കുകയാണ് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന്. അപ്പോൾ കെ എം മാത്യുവിനെ ഏതെങ്കിലും രീതിയിൽ ഹർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ചോദ്യങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ അന്ന് വിസ്താരം ഇംഗ്ലീഷിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടി ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ കഴിഞ്ഞു. ഒരു മോശമായ ഒരു വാക്കോ അല്ലെങ്കിൽ ദുസൂചനയുള്ള ഒരു വാക്കോ ഒന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. വളരെ അന്തസ്സോടെ ആണ് എൻ്റെ എതിർകക്ഷിയായ കെ എം മാത്യുവിനെ എൻ്റെ കക്ഷിക്ക് വേണ്ടി ഞാൻ ക്രോസ് വിസ്താരം നടത്തിയത്. അത് കോടതിയിൽ ഹാജരായിരുന്ന പലരുടെയും പ്രശംസയ്ക്ക് കാരണമാകുകയുണ്ടായി. കെ എം മാത്യു തന്നെ വിസ്താരം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി ഞാൻ പുറത്തേക്ക് വരുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്യുകയും എന്നോട് താങ്ക്സ് പറഞ്ഞു പിരിയുകയും ആണ് ഉണ്ടായത്. അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ പെരുമാറേണ്ടത്. നമ്മൾ അന്തസ്സ് വിട്ട് നമ്മൾ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട വ്യക്തികളെ ആ രീതിയിൽ തന്നെ നമ്മൾ അവരെ കാണണം. നമുക്കുള്ള എതിർപ്പ്, വിയോജിപ്പ് ഒക്കെ വേറെ കാര്യങ്ങളാണ്. ഞാൻ 1997 ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളുടെയും പ്രേരണ, നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കെ എം മാത്യുവിനെ ഫോണിൽ വിളിക്കുകയുണ്ടായി. സ്ഥാനാർത്ഥിയല്ലേ, മനോരമ എന്ന പത്രത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അന്ന് ഞാൻ അദ്ദേഹത്തോട് കാണിച്ച അതേ ആദരം, അത് സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ രൂപത്തിൽ കെ എം മാത്യു എന്നോട് കാണിക്കുകയും ഒരു ഉപദ്രവവും സ്ഥാനാർത്ഥി എന്ന നിലയിൽ മനോരമയുടെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതും ഒരു നല്ല അനുഭവമായിരുന്നു. ഏറ്റവും ഒടുവിലായി ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഡൽഹിയിലേക്കുള്ള ഒരു വിമാനയാത്രയിൽ. ഞാനന്ന് MP ആണ്, പാർലമെൻറ്റ് അംഗം. ആ യാത്രയിൽ എൻ്റെ അടുത്ത സീറ്റിൽ കെ എം മാത്യു ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അദ്ദേഹം എന്നെ കണ്ടു, വിഷ് ചെയ്തു. ഞങ്ങൾക്ക് കാപ്പി, ചായ ഒക്കെ വന്നപ്പോൾ അദ്ദേഹം ആ കപ്പ് എടുത്ത് എൻ്റെ കയ്യിൽ തരികയും ചെയ്തു. അതിലും ഒരു പഴയ കടം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഓർത്തിട്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മനോരമയിലെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ചായ വന്നു. എൻ്റെ കപ്പിൽ ചായ ഇല്ലായിരുന്നു, കാലിക്കപ്പായിരുന്നു. അപ്പോൾ ചായ കുടിക്കൂ എന്ന് കെ എം മാത്യു പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം ചായ ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല, ഒന്ന് പരിങ്ങി. അതിനെ തുടർന്ന് ചില സംസാരങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ആ ഇൻ്റർവ്യൂവിൽ നടക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വിമാനത്തിൽ, അത്യുന്നതങ്ങളിലെ ആ വിമാനയാത്രയിൽ മേഘവാളികൾക്കിടയിൽ ആ ചായ വാങ്ങി കുടിച്ചപ്പോൾ
എല്ലാ കടങ്ങളും വീട്ടി. നമുക്ക് പിന്നെ മനസ്സിൽ കാലുഷ്യമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ, ബഹുമാനം മാത്രമേ ഉള്ളൂ, ആദരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ജീവിതത്തിലെ ഓരോ ഘട്ടം പിന്നിടുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു വരികയായിരുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ ഈ ടോംസ് കേസ് എനിക്ക് തന്ന ഒരു ഗുണം, ഈ കോപ്പിറൈറ്റ് തുടങ്ങി അതുമായി അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധാരാളം കേസുകളും അന്ന് വന്ന് തുടങ്ങിയതാണ്. ഞാൻ ഓർമ്മിക്കുന്ന ഒരു സിനിമ, മഞ്ഞളാംകുഴി അലി പാർട്ട്ണറായിട്ടുള്ള മാക് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച JC സംവിധാനം ചെയ്ത, ജോൺ ബോൾ സ്ക്രിപ്റ്റ് എഴുതിയ പുറപ്പാട് എന്ന സിനിമ. ആ സിനിമ റിലീസ് ചെയ്ത് റിലീസിങ് ഡേറ്റ് എല്ലാം തീരുമാനിക്കപ്പെട്ടതിന് ശേഷം പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്നൊരു ഇൻജങ്ഷൻ ഓർഡർ വന്നു. പുറപ്പാട് എന്ന സിനിമയിൽ ആരോ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തോ എടുത്ത് എവിടെയോ വെച്ചിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ടൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതിൻ്റെ വസ്തുതകളിലേക്ക് കടക്കാതെ പൊതുവായ വാക്കുകൾ അത് ആർക്കും സ്വന്തമാക്കാൻ കഴിയില്ല, അതിനാർക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്ന വാദം ഞാൻ കോടതിയിൽ സ്വീകരിച്ചു. ഇപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന പേരിൽ ഒന്നിൽ കൂടുതൽ സിനിമകളുണ്ട്. അങ്ങനെ പല സിനിമകളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സാധാരണ വാക്കുകൾ ആർക്കും അങ്ങനെ പകർപ്പവകാശം പറഞ്ഞ് സ്വന്തമാക്കാൻ കഴിയില്ല. എൻ്റെ വാദം കോടതി സ്വീകരിച്ചു. ആ വിലക്ക്, ഇൻജങ്ഷൻ ഉത്തരവ് നീക്കിത്തന്നു. അങ്ങനെയാണ് പുറപ്പാട് എന്ന സിനിമ, അക്കാലത്ത് വലിയ പ്രോജക്റ്റായിരുന്നു അത്, മമ്മൂട്ടി ഒക്കെ അഭിനയിക്കുന്നത്, സിനിമ റിലീസ് ചെയ്യാൻ കഴിഞ്ഞത്. ഇതൊക്കെ ആ തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് എനിക്കും ഒരു പ്രചോദനമായി മാറി, പ്രോത്സാഹനം ആയി മാറി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ആർക്കും ഉണ്ടാകുന്നത് പോലെ എനിക്കും ഒരു തോന്നൽ, നടത്തേണ്ടത് എങ്ങനെയെന്നറിയാത്ത ഒരു തോന്നൽ അല്ലെങ്കിൽ ആഗ്രഹം. അതാണ് ഈ ഹൈക്കോടതി ജഡ്ജി ആകുക എന്നുള്ളത്. എങ്ങനെയാണ് ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആകുന്നത് എന്ന് അതിൻ്റെ യോഗ്യത ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ച് എനിക്കറിയാം. അതിനപ്പുറം എങ്ങനെയാണ് ഒരാൾ ജഡ്ജി ആകുക, ആ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, അതെനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. വളരെ യാദൃശ്ചികമായി പൊടുന്നനെ ആണ് ഒരാളെന്ന് വെച്ചാൽ ഒരു അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത്. അതിൻ്റെ വഴികൾ ഒക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വഴിയൊന്നും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുമില്ല. എൻ്റെ സീനിയർ ആയിരുന്ന KP ദണ്ഡപാണി തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ ചോദിച്ചതനുസരിച്ച്, അതൊരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ്റെയൊക്കെ കൂടി ഭാഗമായിരുന്നു, 1996 തെരഞ്ഞെടുപ്പ് വരുന്നതിനൊക്കെ മുമ്പ് എൻ്റെ പേര് ദണ്ഡപാണി കരുണാകരനോട് പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. അത് പിന്നീട് അങ്ങനെ അധികമൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇന്നത്തെ പോലുള്ള കൊളീജിയം ഒന്നും അന്നില്ല. കരുണാകരൻ വിചാരിച്ചാൽ ഒരാളെ ജഡ്ജിയാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ജഡ്ജിയാക്കപ്പെട്ട ആളാണ് KG ബാലകൃഷ്ണൻ. അദ്ദേഹം സബ് ജഡ്ജിയായിരുന്നു. സബ് ജഡ്ജിമാരിൽ നിന്ന് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് എടുക്കാൻ കഴിയില്ല എന്ന ഒരു തടസ്സം ഉണ്ടെന്നറിഞ്ഞപ്പോൾ കരുണാകരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് KG ബാലകൃഷ്ണൻ ഈ സബ് ജഡ്ജി എന്ന ജോലി രാജിവെക്കാനുണ്ടായത്. അതൊരു സാഹസികമായ തീരുമാനമായിരുന്നു. അത് ഒരു വ്യക്തിയിൽ അർപ്പിക്കുന്ന പരിപൂർണമായ വിശ്വാസം കൂടിയായിരുന്നു അത്. അങ്ങനെ ഉദ്യോഗം രാജിവെച്ചതിന് ശേഷം ബാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി വരികയും പിന്നീട് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനാകുകയും ചെയ്തു.
അപ്പോൾ ആ കാലത്താണ് കരുണാകരൻ്റെ ശ്രദ്ധയിൽ എൻ്റെ പേര് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് എൻ്റെ സീനിയറായിരുന്ന ദണ്ഡപാണി സമർപ്പിച്ചത്. ഏതായാലും അതൊന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കരുണാകരനും എൻ്റെ സീനിയർ ദണ്ഡപാണിയും തമ്മിലുള്ള സംസാരം നടന്നതൊക്കെ 1996 ആ സമയത്താണ്. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കാലമായി. 1997 ജഡ്ജിയാകുക എന്ന എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ മോഹം അത് എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടി വന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നതിന് എൻ്റെ ജീവിതത്തിൽ തന്നെ പല സന്ദർഭങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. 97 തിരഞ്ഞെടുപ്പ് തന്നെ യാദൃശ്ചികമായിട്ടാണ്. 96 പൊതു തിരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലം സേവ്യർ അറയ്ക്കൽ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലൂടെ CPM പിടിച്ചെടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആയുസ്സുണ്ടായില്ല. 11 മാസക്കാലമാണ് ജയിച്ചതിന് ശേഷം MP ആയതിനു ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പായി. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ അടിയന്തരമായി കണ്ടെത്തിയേ മതിയാകുമായിരുന്നുള്ളൂ. അപ്പുറത്ത് PSC മെമ്പർ ആയിരുന്ന, അതിനു മുമ്പ് കൊച്ചിയിൽ കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന അറിയപ്പെടുന്ന വ്യക്തി, അധ്യാപകൻ, സാമുദായിക നേതാവ് ആൻ്റണി ഐസക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നു. ഇപ്പുറത്ത് ആരുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് GCDA ചെയർമാൻ ആയിരുന്ന അടുത്ത കാലം വരെ ചന്ദ്രൻ പിള്ള ഒരു നിർദ്ദേശപ്രകാരം അന്നത്തെ CPMൻ്റെ എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി AP വർക്കി എന്നെ വിളിക്കുന്നത്. ആ ക്ഷണം ഞാൻ സ്വീകരിച്ചു. ലോക്സഭാ സ്ഥാനാർത്ഥിയായി. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു. MP ആയി. MP ആയതോടെ അഭിഭാഷകൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ ആ പ്രവർത്തനം അത് മന്ദീഭവിച്ചു. ജഡ്ജിയാകുന്നതിനുള്ള സാധ്യതകൾ അത് പൂർണ്ണമായും അടഞ്ഞു. ഏതായാലും ആ വർഷം 1997 എൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടം ആരംഭിക്കുകയാണ്. അത് പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ജനപ്രതിനിധി എന്നീ നിലകളിലുള്ള ഒരു ഘട്ടമാണത്. അത് അത്ര യാദൃശ്ചികമായാണ് വന്നുപെട്ടതെങ്കിലും എന്നിലൊരു അമ്പരപ്പ് ഉളവാക്കിയില്ല. കാരണം അത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്ക് വളരെ ചെറുപ്പത്തിലെ എന്തെല്ലാം ആകണമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും പറയാൻ തന്നെ കഴിയില്ല. അപ്പോൾ ആ പല ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ MP എന്നതും ഒരു ചെറിയ ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ബഹുമാനമുള്ള ചില MPമാരൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ ആരും അറിയാത്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എനിക്കുണ്ടായിരുന്നത് 1959 രൂപീകൃതമായ രാജാജി എന്നറിയപ്പെടുന്ന രാജഗോപാലാചാരി സ്ഥാപകനായ സ്വതന്ത്ര പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് MR മസാനി ലോക്സഭാംഗമാണ്. വളരെ അന്തസ്സോടെ സഭയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അക്കൂട്ടത്തിൽ കുറച്ചു കാലം MP ആയി ഇരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ എറണാകുളത്ത് പ്രത്യേകിച്ചും അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണ് എന്ന് എനിക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾക്കെല്ലാം എഴുതുന്നതിനുള്ള ഒരു രജിസ്റ്റർ കൊണ്ടുവന്ന് തന്നു. പേരെഴുതി ഒപ്പിടണം. അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഈ ഫൂലൻ ദേവിക്ക് സ്വന്തം പേര് എഴുതി ഒപ്പിടുന്നതിനുള്ള പ്രാപ്തിയില്ല. അതൊരു സഹായി ആ പേരെഴുതി കൊടുത്തു. അവർ ഒപ്പ് എന്തോന്ന് വരയ്ക്കുകയും ചെയ്തു.
ആ വിരലുകളെന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറി അശ്വാരൂഢയായി വനാന്തരങ്ങളിലൂടെ തോക്കിൻ്റെ കാഞ്ചി വലിക്കുമ്പോൾ വിറയ്ക്കാത്ത വിരലുകളാണ് ഒരു പേന കയ്യിൽ കൊടുത്തപ്പോൾ വിറച്ചത്.